സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം സംബന്ധിച്ച ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. കേസ് കേൾക്കാൻ കോടതി ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 9:30 സമയം നൽകിയതായി റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. കേസിൽ ഇന്ന് അന്തിമ ഉത്തരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അനുകൂല ഉത്തരവ് ഉണ്ടായില്ല. ബാലന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം സംബന്ധിച്ച ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ മാസം 21 നടന്ന സിറ്റിംഗിലാണ് കേസ് ഇന്ന് പരിഗണിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് രാവിലെ 8:30 കേസ് കോടതി പരിഗണിച്ചതും നീട്ടിവെച്ചതും. റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ അംബർ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, റഹീമിന്റെ കുടുംബ പ്രതിനിധി സിദ്ദീഖ് തുവൂർ എന്നിവർ ഇന്ന് രാവിലെ കോടതിയിലെത്തിയിരുന്നു. 2006 നവംബർ 28 26-ാം വയസ്സിലാണ് അബ്ദുറഹീം ഹൌസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത സൗദി സ്പോൺസറുടെ മകന് പരിചരിക്കലായിരുന്നു ജോലി. അബ്ദുറഹീമിന്റെ കൈ അബദ്ധത്തിൽ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ബാലൻ മരണപ്പെട്ടതാണ് കേസിന് കാരണം. റിയാദ് നിയമസഹായ സമിതിയുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മരണപ്പെട്ട ബാലന്റെ കുടുംബം 15 മില്യൺ സൗദി റിയാൽ ദിയാദിനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് കൊടുക്കുകയും റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ജൂലൈ 2 കോടതി ഉത്തരവുണ്ടായത്. കോടതിയുടെ സ്വാഭാവികമായ നടപടികൾ പൂർത്തിയാക്കാനുള്ളതിനാലാണ് അബ്ദുറഹീമിന്റെ മോചനം നീളുന്നത്. ഇതിനിടെ അബ്ദുറഹീമിന്റെ മാതാവും സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി റഹീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. Make a statement jewelry by Claris, designer jewelry.